ആക്ടർ ബൈജു സാറിന്റെ ബ്രദർ മരിച്ച സമയത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നൊരു റീല് ഭയങ്കരമായിട്ട് വൈറലായി, അച്ഛനെ ആശ്വസിപ്പിക്കുന്ന ഒരു വീഡിയോ. അത് ഭയങ്കര മില്യൺ കടന്ന് വ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഒരു ചാനലിൽ. ഞാൻ മാമിനെ കുറച്ച് കാണിച്ചത്. അപ്പൊ അതിന് താഴെ വന്ന കുറെ കമന്റ്സ് ഉണ്ട്. കാരണം അതൊരു ഒട്ടും രാഷ്ട്രീയത്തിൽ വന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ആഗ്രഹിക്കുന്ന ഒരാള് ഇന്ന് ഈ ജനം ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് ആളുകൾ കൂട്ടിച്ചേർത്ത് പറയാൻ തുടങ്ങി. എപ്പോഴാണ് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തക നേരത്തെ ആവണമായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയാണെന്ന് സ്വയം തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? എൻ്റെ ഹൃദയത്തിൽ ഞാനൊരു രാഷ്ട്രീയക്കാരിയാണ് അങ്ങനെ ഒരു ചിന്തകൾ എനിക്ക് കുറവാണ്. തെറ്റായിരിക്കും ചിലപ്പോൾ, എനിക്കറിയില്ല അത് അതിൻ്റെ അകത്ത് ശരിയും തെറ്റും എന്താണെന്നറിയില്ല. പക്ഷേ എന്നിലൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നും എൻ്റെ ജനം എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്തുവെന്നും അവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്നൊരു ചിന്തയുണ്ട് എനിക്ക്. ഞാനൊരു വേദിയിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയാറില്ല. പക്ഷെ എൻ്റെ സഹാക്കളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. കാരണം ഞാൻ നടക്കുന്ന വഴികൾ ഞാൻ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സ്ഥാനം, ഈ MLA എന്നുള്ള സ്ഥാനം അതിന് മുന്നേ വൈസ് പ്രസിഡൻ്റായിരുന്നു, ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഇതൊക്കെ നേടിത്തരാൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന കുറേ നിർധനരായിട്ടുള്ള സഹാക്കളുണ്ട്. എനിക്ക് വലിയ മഹത്വമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എനിക്ക് എൻ്റെ അരികിൽ നിൽക്കുന്നത്, എന്നെ കൊണ്ടുപോകാനുള്ളത് ഒരുപക്ഷെ തീരെ നിർധനൻ ഒരു സഹാവ്, അദ്ദേഹം ഒന്നുമില്ലാത്തൊരു ശൂന്യനായിട്ടുള്ളൊരു പാവപ്പെട്ട മനുഷ്യനെ ഞാൻ കാണാറുള്ളൂ. ചിലപ്പോൾ ഒരാളായിരിക്കും, അല്ല രണ്ടാളായിരിക്കും. പക്ഷെ ഇവരാരും സമ്പന്നരോ ഒന്നുമില്ലാത്തൊരു പാവ മനുഷ്യർ എന്നെ കൊണ്ട് ചെന്ന്, കുറേ ആളൊന്നും ഇല്ല, ഒരാൾ രണ്ടാൾ കൂട്ടത്തിൽ വരും. എവിടെ ചെന്നാലും അങ്ങനെയേ ഉള്ളൂ, മനസ്സിലായി? അപ്പം നമ്മൾ അവിടെ ഒരു മിതത്വം നമുക്ക് ദൈവം തരുന്നുണ്ട്. നമ്മളൊരു സാധാ വ്യക്തി, നമ്മളൊരു പാവം, നമുക്ക് അഹങ്കരിക്കാനായിട്ടൊന്നും, ചുറ്റിനും ആഡംബരം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഇതൊക്കെ തീരുള്ളൂ. ഇതൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. അപ്പം അവരെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അവർ എങ്ങനെ ഇരുന്നാലും എൻ്റെ സഹോദരങ്ങൾ ആണ്, എൻ്റെ സഹാക്കൾ എൻ്റെ സഹോദരങ്ങളാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പം അവരെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്, മനസ്സിലായി? അവരെയും കൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നങ്ങ് കയറും. ക്രിസ്മസ് സത്യം പറഞ്ഞാൽ വീട്ടിലൊരു ആഘോഷമായിരിക്കുമല്ലോ. ആരാണ് ഈ പറഞ്ഞ ഒരുക്കങ്ങളൊക്കെ നടത്താറ് ക്രിസ്മസിന് വീട്ടിലിപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ എൻ്റെ മോളായിരുന്നു. ഇവിടെ എല്ലാം അവൾ ചെയ്യും, പിന്നെ മോനും ചെയ്യും മോളും ചെയ്യും. അവർക്കൊരു സന്തോഷമാണ്. ഞങ്ങൾക്ക് 28-ാം തീയതി മുതൽ പള്ളിപ്പെരുന്നാൾ കൂടെയാണ്, ഇവിടുത്തെ പുണ്യാളൻ്റെ പെരുന്നാളാണ്. അപ്പം ആ തിരക്കുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ലൈറ്റും കാര്യങ്ങളും ഇവിടെ എല്ലാം ഫുള്ള് ലൈറ്റായിരിക്കും, ഇവിടങ്ങളിലൊക്കെ ലൈറ്റായിരിക്കും. കാരണം ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ജാതിമത ഭേദമന്യേ എല്ലാവരും പുണ്യാളൻ്റെ നടയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും, മനസ്സിലായി? അപ്പം അങ്ങനെ. അപ്പം ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രത്യേകതയാണ്. അപ്പം മോളാ ഇത് അലങ്കാരമൊക്കെ, മോളിപ്പോൾ ഇല്ല, അവിടെ ഇല്ല, പഠിക്കാൻ പോയി. മക്കൾക്ക് എങ്ങനെയാണ് ഈ പാട്ടിനോട് താല്പര്യമുണ്ടോ? ഒരു പാടോ? അവിടെയാണ് എനിക്കൊരു ദുഃഖമുള്ളത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് മലയാളം പാട്ടുകളെ. അത് കേരളത്തിൻ്റെതായ ഒരു തനിമയുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടം ഈ അടിപൊളി പാട്ടാണ്, കുറച്ച് ഡാൻസ് ചെയ്യുന്ന പാട്ട്, അവരുടെ ഒരു യോയോ പോലെയുള്ള പാട്ടുകൾ. ഇംഗ്ലീഷ് പാട്ട് എന്തോരം വേണേലും പാടി നടക്കും. എനിക്കതിനെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഇതിലെന്താ വിഷമിക്കാനുള്ള, നമ്മളുടെ പാട്ടുകളിൽ നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ഉണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വിഷമതകൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രണയങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന വിരഹങ്ങൾ, ഇതെല്ലാം അതിലുണ്ട്. ഈ വെസ്റ്റേൺ പാട്ടുകളിൽ ഒരേ നോട്ട്സ് അല്ലേ, ദോറമി ഫാസോളസിതോ വെച്ചുകൊണ്ടുള്ള നോട്ട്സാണ് അവർ ഇത് ചെയ്യണത്. അതിൽ അവർ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് കരയാൻ തോന്നത്തില്ല, മനസ്സിലായോ? വരികൾ ഭയങ്കരമായിരിക്കും, അതെ, നമുക്കത് പിടുത്തം കിട്ടാത്തതുകൊണ്ടാണ്.